ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 15ആയി. നിരവധി പേർക്ക് പരിക്ക്. അപകടം കാഞ്ചൻജംഗ എക്സ്പ്രസിൽ ചരക്ക് തീവണ്ടി ഇടിച്ചു കയറി. 3 ബോഗികൾ പൂർണ്ണമായും തകർന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച അന്വേഷണ സംഘം ബീഹാറിൽ നിന്ന് 6 ചെക്കുകൾ കൂടി കണ്ടെടുത്തു. അക്കൗണ്ട് ഉടമകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ പോലീസ്. കൊല്ലത്തിന്റെ ദീർഘകാല സ്വപ്നം സഫലം. തുറമുഖത്ത് ഇമിഗ്രേഷൻ പോയിന്റിന് കേന്ദ്ര അനുമതി. വിദേശ കപ്പലുകൾക്ക് ഇനി തടസ്സങ്ങളില്ലാതെ നങ്കൂരമിടാം. കൊല്ലത്ത് 10 വയസ്സുകാരിയെ മർദ്ദിച്ചതിൽ പിതാവ് അറസ്റ്റിൽ. പിടിയിലായത് കേരളപുരം സ്വദേശി ഷിബു ഭാര്യാപിതാവിനെ തള്ളിയിട്ട് കൊന്ന കേസിലെ പ്രതി. മർദ്ദനമേറ്റ കുട്ടി കേസിലെ ഏക ദൃക്സാക്ഷി. ത്യാഗസ്മരണയിൽ ബലിപ്പെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരം. ആഘോഷ നിറവിൽ വിശ്വാസികൾ. ഇന്ത്യ മുന്നണിക്ക് പിന്തുണ അറിയിച്ച് പാളയം ഇമാം. ഫാസിസ്റ്റ് ഭരണത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞുവെന്ന് പ്രതികരണം. ബിലീവേഴ്സ് ചർച്ചിന് പുതിയ അധ്യക്ഷൻ. ഡോക്ടർ സാമുവൽ മാർ തിയോഫിലസ് പുതിയ എപ്പിക്സ് പോപ്പ. തെരഞ്ഞെടുപ്പ് നടന്നത് കുറ്റപ്പുഴയിൽ നടന്ന സിനഡ് യോഗത്തിൽ.